ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർ കസ്റ്റഡിയിലായിരിക്കുന്നു. SIT ചോദ്യം ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയതിനും അവിടെ നിന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതുമെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചിരുന്നു? എക്സ്പെക്ടഡ്. ആരാണ് ഞെട്ടിയത്? പ്രതീക്ഷിച്ചിരുന്നില്ല. ഐ മീൻ ഇതിനകത്ത് പത്മകുമാർ പറഞ്ഞൊരു വാചകം, ദൈവതുല്യനായ ചിലർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പത്മകുമാർ ചോദിച്ചിരുന്നു. അപ്പൊ അന്ന് ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദൈവതുല്യൻ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന തന്ത്രിയാണോ അതോ മന്ത്രിയാണോ, ഇതിൽ ആരാണ് എന്ന സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ രണ്ടാമനിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കേരളം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. എന്തായാലും ഈ SIT അതിന്റെ സകല പണികളും കൃത്യമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരിലേക്കും അന്വേഷണത്തിന്റെ മുന എത്തിക്കുന്ന തലത്തിലേക്കൊക്കെ SIT മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിപ്പോ കാണാൻ പറ്റും. ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടും ഈ മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ടും തന്ത്രിക്ക് അറിയില്ല. ഇനി പറയാമല്ലോ, ഇനിയിപ്പോ അറസ്റ്റായ സ്ഥിതിക്ക് തന്ത്രിക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ അർത്ഥവുമില്ല എന്നുള്ളത് ക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കും. ഇപ്പൊ മേൽശാന്തിയുടെ സഹായിയായിട്ടാണ് ഉണ്ണിപ്പോറ്റി അവിടെ എത്തിയതെങ്കിൽ പോലും ഈ മേൽശാന്തി എപ്പോഴും ഈ ഭഗവാന്റെ പൂജകൾ, അതിനുശേഷം ഭക്തരെ കാണൽ, അവരുടെ കയ്യിൽ നിന്ന് കാണിക്ക വാങ്ങൽ, പ്രസാദ വിതരണം, ഉള്ളിൽ അവരുടെ സ്പെഷ്യൽ റൂമുണ്ട്. അവർക്ക് രാജാവിനേക്കാൾ പരിഗണന കിട്ടുന്ന സ്ഥലമാണ്, ഭഗവാനേക്കാൾ വലിയ പരിഗണനയാണ്. ഇപ്പൊ ഭഗവാന്റെ മുന്നിൽ ചെന്നാൽ പോലും ദൂരെ നിന്ന് തൊഴുതിട്ട് വന്നു. ഇത് ഈ മേൽശാന്തിയുടെ തന്ത്രിയുടെയൊക്കെ റൂമിൽ ചെന്നാൽ ഭഗവാന്മാർക്ക് കാല് തൊട്ട്, അയ്യപ്പന്മാർക്ക് കാല് തൊട്ട് തൊഴാനുള്ള സംവിധാനം വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ സഹായികളായി വരുന്ന കീഴ്ശാന്തിമാർ അവരാണ് ഈ അവിടെ പൂജകൾക്ക് വേണ്ട കലശങ്ങൾ ഒരുക്കല്, മറ്റു പൂജാദ്രവ്യങ്ങൾ ഒരുക്കല്, ഇവർക്ക് വേണ്ടുന്ന പ്രസാദം ഒരുക്കല്, ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഇവരിൽ ചില ബിരുദന്മാരാണ് തന്ത്രിമാരും ഒക്കെ ആയിട്ട് വലിയ അടുപ്പം സ്ഥാപിക്കും. ഈ തന്ത്രിമാരുടെ ഒരു പ്രത്യേക പ്രീതി ഇവർക്ക് അവിടെ ലഭിക്കും. ഈ അത്തരത്തിൽ ഈ ഉണ്ണിത്തിരുമേനി ഈ തന്ത്രിയുമായി വലിയ അടുപ്പം സ്ഥാപിച്ചിരുന്നിരിക്കാം, അല്ലെങ്കിൽ തന്ത്രിയുടെ റെക്കമെൻഡേഷനിലായിരിക്കാം ഈ പറയപ്പെടുന്ന മേൽശാന്തിയുടെ സഹായമായി അവിടെ എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഉണ്ണിപ്പോറ്റി അവിടെ ഒരു കിരീടം വെക്കാത്ത രാജാവിനെ പോലെ വാണ കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോ സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന തന്ത്രിയുടെ അറിവില്ല. അതിന് മറ്റൊരു കാര്യം, ഒരു ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠ നടത്തുന്നത് അതിന്റെ തന്ത്രി മുഖ്യന്റെ ജീവൻ കൊടുത്തിട്ടാണ്. അതിനാണ് ജീവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ക്ഷേത്ര മുതലുകളുടെ പിതൃസ്ഥാനീയൻ ആരാണ്? തന്ത്രിയാണ്. ഈ ദൈവങ്ങളൊക്കെ എപ്പോഴും മൈനറാണ്. ദൈവങ്ങൾ മേജറല്ല, ദൈവങ്ങൾ മൈനറാണ്, മക്കളാണ്. ആരുടെ? തന്ത്രിയുടെ. അപ്പൊ ആ ക്ഷേത്രത്തിൽ ആചാരപരമായി എന്ത് നടത്തണമെങ്കിൽ, ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഇതെടുക്കും, ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രം, അവിടുത്തെ ശ്രീകോവിലിന്റെ പടിക്കെട്ടിലെ ഒരു കല്ല്, ഒരു ശില ഇളവിപ്പോയി, അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ പോലും ഒരു ആള്, ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം ഇത്ര അടി നീളത്തിൽ, ഇത്ര അടി വീതിയിൽ, ഇത്ര തിക്നെസ്സിലുള്ള ഒരു മാർബിൾ പീസ് അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചാൽ അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ശ്രീകോവിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ തന്ത്രിയുടെ അനുവാദമില്ലാതെ ഇത് അവിടെ സ്ഥാപിക്കാൻ സാധിക്കില്ല. അതാണ് ക്ഷേത്രങ്ങളിലെ സങ്കല്പം. എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിലും തന്ത്രി പറയണം. പല ക്ഷേത്രങ്ങളിലും ഉപദേശക സമിതികൾ, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം, ഉപദേശക സമിതി, നാട്ടുകാരുടെ സമിതി. അപ്പൊ അവരവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം ദേവസ്വം ബോർഡിന്റെ പണമില്ലാതെ സ്വന്തം നിലയിൽ നടത്താൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അവരവിടെ ഒരു ഉണ്ടായിരുന്ന ഒരു ഓഫീസിന്റെ മുകളിൽ ഒരു ഓഫീസ് കെട്ടിടം കൂടി നാട്ടുകാർക്ക് വേണ്ടി, ഉപദേശ സമിതിക്ക് വേണ്ടി പണിയാൻ തീരുമാനിച്ചു. ഇത് പണിയണമെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മാത്രം പോരാ, തന്ത്രിയുടെ ആ ക്ഷേത്ര അങ്കണത്തിന് കോമ്പൗണ്ടിനുള്ളിൽ എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിലും, അല്ലെങ്കിൽ പൊളിച്ചുമാറ്റലുകൾ നടത്തണമെങ്കിലും, കൂട്ടിച്ചേർക്കൽ വേണം, തന്ത്രിയുടെ അനുവാദം വേണം. ഇപ്പൊ തന്ത്രിയുടെ അനുവാദം ഇല്ലാതെയാണോ ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പടിയും മറ്റു നിർമ്മാണങ്ങൾ കടത്തിക്കൊണ്ടുപോയത് ചോദ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഏറി നിൽക്കുന്നതാണ്. തന്ത്രിക്ക് ഇത് അറിയാമായിരുന്നോ? ഓ, വേണമെങ്കിൽ ഒരു മറുചോദ്യം ചോദിക്കാമായിരുന്നു. തന്ത്രി വരച്ചു നോക്കാൻ പറ്റുമോ? തിരിച്ചു കൊണ്ടുവരുന്ന സാധനമൊന്നും ഇല്ല. പക്ഷെ തന്ത്രിയുടെയും കൂടി അനുവാദമില്ലാതെ ശബരിമലയിലെ ഒരു പ്രോപ്പർട്ടിയും ശബരിമല വിട്ട് പുറത്തു കൊണ്ടുപോയി എന്ത് ചെയ്യാറില്ല, പണിയാറില്ല. ശബരിമലയിൽ തന്നെ അത് പണിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുക. അത് പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ആരുടെ അനുവാദം വേണം? തന്ത്രിയുടെ അനുവാദം വേണം. അപ്പൊ തന്ത്രി എന്ന് അറസ്റ്റിലാകുമെന്ന് മാത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ഇനി തന്ത്രി വന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നു, പ്രസിഡന്റുമാര് വന്നു, ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ വന്നു, സ്പെഷ്യൽ ഓഫീസർമാർ വന്നു, ഇനി സബ് ഗ്രൂപ്പ് ഓഫീസർമാർ വരാനുണ്ട്, വാച്ചർമാർ വരാനുണ്ട്. ഇതിന്റെ എല്ലാം അവസാനം
ദേവസ്വം ബോർഡ് ഭരിച്ച മന്ത്രിയിലേക്ക് ഇത് പോകുമോ എന്ന് ഞാൻ എപ്പോഴും പറയുന്നു. അറിയില്ല, തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഈ മൊഴിയെടുത്തു, അല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഇന്ന് ഇദ്ദേഹത്തെ മൊഴിയെടുക്കാനാണ് വിളിച്ചത്. ഇനി ഈ കൊടിമരം അവിടെ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പുതിയ കൊടിമരം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, തങ്ക കൊടിമരം പുതിയത് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൊടിമരത്തിൽ തൂക്കിയിട്ടിരുന്ന ആലിലകൾ കാണാനില്ല എന്നൊരു വാർത്ത ഏതോ ഒരു ചാനൽ അടിച്ചത്. അപ്പൊ ഞാൻ ഈ കൊടിമരം പണിത ശില്പിയുടെ മകൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹമായിട്ട് നമ്മുടെ മറ്റൊരു ചാനലിൽ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ചെറിയ ആലുകൾ കാണാം, അത് ഒരു പക്ഷെ സംഭവിച്ചേക്കാം. കാരണം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ആലുകൾ കൊരുത്തിട്ടിരുന്നത്. ഭയങ്കര കാറ്റാണ് ശബരിമല വീശി. അതിന്റെ കൂട്ടത്തില് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് എല്ലാ ദിവസവും ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഉച്ചയ്ക്ക് അടയ്ക്കുമ്പോൾ വൈകുന്നേരം അടയ്ക്കുമ്പോഴും വൃത്തിയാക്കുന്നത്. അതായത് ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് വലിയ രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് പോലീസും ഫയർഫോഴ്സും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുക. അവർ മൊത്തം അടിച്ച് കഴുകും. ഇത്രയും ഭക്തജനങ്ങൾ വരുന്നതല്ലേ, തറയും ഭിത്തിയും ഓടും ഒക്കെ വെള്ളം പമ്പ് ചെയ്ത് ഭംഗിയായിട്ട് കഴുകും. അപ്പൊ ഈ കൊടിമരം ഇവർ കഴുകും. അപ്പൊ ഇത്രയും ഫോഴ്സിൽ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് അടിച്ചിട്ട് പറന്നു പോയാലുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സ്ട്രോങ് റൂം ഉണ്ടാകാം. പക്ഷേ നമ്മളിവിടെ മറ്റൊരു കാര്യം വിവാദമായിരുന്നു. ഈ കൊടിമരത്തിന് മുകളിൽ വാജിവാഹന പ്രതിഷ്ഠയുണ്ടായിരുന്നു. വാജിവാഹനം എന്നാൽ എന്താ? കുതിര. കുതിരയാണ്. ഒരു കുതിരയുടെ, കാരണം അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. നമ്മൾ പുല്ലിന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ഇപ്പോ ശിവക്ഷേത്രമാണെങ്കിൽ അതില് മുകളിൽ വെക്കുക നന്ദികേശ വിഗ്രഹമാണ്. ഈ കൊടിമരത്തിലെ ഏറ്റവും മുകളിൽ ഒരു വിഗ്രഹമുണ്ട്. അത് വലിയ ചടങ്ങുകളോടുകൂടി പ്രതിഷ്ഠ ചെയ്യപ്പെടുന്നതാണ്. അതിന്റെ ശബരിമലയിൽ വാജിവാഹനമായിരുന്നു. ശബരിമലയിലെ വാജിവാഹനം എവിടെ എന്നൊരു ചോദ്യം വന്നു. തന്ത്രി പറഞ്ഞ എന്താ, വാജിവാഹനം എന്റെ പക്കലുണ്ട്, ദേവസ്വം കൊണ്ട് തിരികെ ഏറ്റെടുക്കണം. ഇനി അതിന്റെ കാര്യം എന്താണെന്നറിയോ? ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷ്ഠയോ ആ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളോ പൊളിച്ചു മാറ്റുകയാണെങ്കിൽ, അവ നിർമ്മിച്ചിട്ടുള്ളത് കല്ലുകളാലാണെങ്കിൽ അത് നീരൊഴുക്കുള്ള ജലാശയങ്ങളിൽ ഉപേക്ഷിക്കണം. ഒഴുകുന്ന വെള്ളത്തിൽ ഇവ ഉപേക്ഷിക്കണം. കല്ലുകൾ, കൽപ്രതിമകൾ, ബിംബങ്ങൾ ഒക്കെ. ഇനി അത് മരത്തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണെങ്കിൽ അവയെ അഗ്നിക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ശാസ്ത്രമാണ്. അതല്ല, ഇനി അത് ലോഹക്കൂട്ടുകളാൽ നിർമ്മിതമാണെങ്കിൽ, അത് സ്വർണമോ ചെമ്പോ വെള്ളിയോ എന്ത് തന്നെ ആയാലും അതിന്റെ ഉടമസ്ഥാവകാശം പിതൃസ്ഥാനീയനായ തന്ത്രിക്കാവാം. അത് സൂക്ഷിക്കാനുള്ള അവകാശം തന്ത്രിക്ക് വേണമെങ്കിൽ അത് ഉരുക്കി ക്ഷേത്രത്തിലെ മറ്റാവശ്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കാം. അത് പുനരുപയോഗിക്കരുത്. അല്ലെങ്കിൽ തന്ത്രിക്ക് അത് കൊണ്ടുപോകാം. വാജിവാഹനയുടെ തന്ത്രിയുടെ വീട്ടിലുണ്ട്. തന്ത്രി എന്താ പറഞ്ഞേ? എന്റെ കയ്യിലുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡിൽ തിരിച്ചെടുക്കണം. തന്ത്രിക്ക് അവകാശപ്പെട്ടതാട്ടോ, ശാസ്ത്രപ്രകാരം. പക്ഷെ ആ തന്ത്രിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇത് ഉരുക്കി ശബരിമലയിൽ തന്നെ ഉപയോഗിച്ചോളൂ. അപ്പൊ ശബരിമലയിലെ താൻ തന്ത്രിയായിരുന്ന സമയത്തുള്ള ഈ വാജിവാഹനം വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് പുണ്യമായി കരുതിയത് കൊണ്ടാകാം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഈ പറയപ്പെടുന്ന ധ്വജപ്രതിഷ്ഠയിൽ ഏറ്റവും മുകളിൽ വാജിവാഹനം, താഴെ അഷ്ടദിക്പാലകരുണ്ട്. കൊടിമരത്തിന്റെ ചുവട്ടിൽ അഷ്ടദിക്പാലകരുടെ പ്രതിഷ്ഠയുണ്ട്. അത് 8 ദേവഗണങ്ങളുടെ 8 ബിംബങ്ങളാണ്. ഈ 8 ബിംബങ്ങൾ എവിടെ പോയി? സ്വാഭാവികമായും തന്ത്രിക്ക് അവകാശപ്പെട്ട വാജിവാഹനം കൊണ്ടുപോയെങ്കിൽ തന്ത്രി ഈ അഷ്ടദിക്പാലകരെയും കൊണ്ടുപോയിട്ടുണ്ടാകില്ലേ? ഈ അഷ്ടദിക്പാലകരുടെ മൂല്യം അറിയൂ? ആ ലോഹത്തിന്റെ മൂല്യമല്ല. ശബരിമലയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് കൊണ്ട് കൊടുത്താൽ ലക്ഷങ്ങൾ തരാൻ തയ്യാറായിട്ടുള്ള അന്യ സംസ്ഥാനത്തെ ഭക്തരുണ്ട്. അവിടെ മണ്ണില്ലല്ലോ, മൊത്തം കല്ലുമില്ലാണല്ലോ കെട്ടിയിരിക്കുന്നത് ശബരിമല. ഇത് മണിമണ്ഡപത്തിൽ കെട്ടുന്ന മണി ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ശബരിമലയിലേക്ക് അന്യ സംസ്ഥാനത്ത് നിന്ന് ഭക്തർ വരുമ്പോൾ അവരൊരു മണി കഴുത്തിൽ കെട്ടി. ഗുരുസ്വാമി വരൊക്കെ ആണെങ്കിൽ കുറെ മണികളൊക്കെ ഉണ്ടാവും. ഈ മണി ഇവർ ചെയ്യുന്നത് അറിയും, മണിമണ്ഡപത്തിൽ കൊണ്ടുപോയി കെട്ടും. ചില തിരികെ കൊണ്ടുപോകും, ചില മണിമണ്ഡപത്തിൽ കെട്ടും. ഈ മണിമണ്ഡപത്തിൽ കെട്ടുന്നത് ഒരാഗ്രഹം വെച്ചുകൊണ്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോ അതുകൊണ്ട് കെട്ടും, ദൈവമേ അടുത്ത വർഷം എനിക്കൊരു BMW കാർ വാങ്ങാൻ പറ്റണേ. ചിലർ പറയും ദൈവമേ എന്റെ കല്യാണം നടക്കണേ, അല്ലെങ്കിൽ ചിലർ എന്റെ കുട്ടി ഉണ്ടാവണേ, എന്റെ ബിസിനസ് വളർത്ത ആഗ്രഹത്തോടെ കെട്ടും. ഈ കെട്ടുന്ന മണി അതേ നിമിഷം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ പൊട്ടിച്ചെടുക്കും. എന്തിനാ? ഭഗവാന്റെ സമർപ്പിക്കപ്പെട്ട എന്തെങ്കിലും ഒരു പൊരുള് വീട്ടിൽ കൊണ്ടുവെക്കുന്നത് അത്രത്തോളം പുണ്യമായി കരുതുകയാണ്. അതിന് ആ മണിയുടെ വാല്യൂ അല്ല, അതിന്റെ സ്പിരിച്വൽ വാല്യൂ വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പൊട്ടിച്ചുകൊണ്ട് പോകുന്നവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. അവരെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അടുത്ത മണി അടുത്ത വർഷം വരുമ്പോൾ വേറെ പകരം കിട്ടും. ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്തരത്തില് നമ്മുടെ എഡിറ്റർ അരുണ് പൊട്ടിച്ചുകൊണ്ടുവന്ന ഒരു മണി ഇവിടെ ഓഫീസിന്റെ പൂജാമുറിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ അത് പൊട്ടിക്കുമ്പോൾ അറിയാത്ത ഒരാളെ എന്തിനാണ് പൊട്ടിച്ചതെന്ന് ചോദിച്ചു. ഇതാണ് കെട്ടിയ ആൾ. അപ്പൊ അടുത്ത തവണ ഇനി അരുണ് പോകുമ്പോൾ അരുണോട് ഒരു മണി കെട്ടണം. സ്വാഭാവികമായി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശബരിമലയിലെ ഓരോ പ്രോപ്പർട്ടിക്കുള്ള സ്പിരിച്വൽ വാല്യൂവിനെ പറ്റിയാണ്, മണി വാല്യൂവിന് അപ്പുറത്തേക്കുള്ള സ്പിരിച്വൽ വാല്യൂവിനെ പറ്റിയാണ്. ഈ അഷ്ടദിക്പാലകര് തന്ത്രിയുടെ കയ്യിലില്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്?
തന്ത്രിക്കുണ്ട്. അതല്ലെങ്കിൽ ഇത് എത്ര കോടി രൂപയ്ക്കാണ് മറച്ചു വെച്ചിട്ടുള്ളത് എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. ഇത്തരത്തിൽ തിരക്കിപ്പോയാൽ ഒരുപാട് കഥകളുണ്ട്. ഇനി മാളികപ്പുറത്തിരിക്കുന്ന അമ്മ ഈ സ്വാമി അയ്യപ്പൻ സിനിമയും കണ്ടിട്ട് ഈ തന്ത്രി അടക്കമുള്ളവര് ഒരു തിടമ്പ് എഴുന്നള്ളിക്കുന്നതാണ്. ഈ തിടമ്പ് 12 കൊണ്ടുവരുന്ന തിടമ്പ്. ഈ തിടമ്പ് വേണ്ട, ജീവിതം മതി എന്ന് പറഞ്ഞ് അജയത്തറയിൽ മെമ്പറായിരിക്കുന്ന കമ്മിറ്റി ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളുടെയും കാലാകാലങ്ങളായി കർമ്മങ്ങൾ ചെയ്തു വരുന്ന കുടുംബങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് ഈ ജീവിതയിൽ ഇത് എഴുന്നള്ളിക്കാൻ സാധിച്ചിട്ടില്ല. ആ ജീവിത ഏത് ലോഹം കൊണ്ടുണ്ടാക്കിയതാണെന്നും അതിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നും ഉണ്ടെങ്കിൽ ആ ജീവിതം ഇപ്പോൾ എവിടെയാണ് എന്ന് കൂടി ഒരു ഉത്തരം പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ട്രോങ് റൂൾ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇത് ആരും അറിയാത്തൊരു കാര്യമാണ്. അവിടെ അങ്ങനെ ഒരു ജീവിതം നിർമ്മിച്ചിട്ടുണ്ട്. ആ ജീവിത ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അത് ഉപയോഗിച്ചിട്ടില്ല അവിടെ. അപ്പൊ ഇതൊക്കെ ചെറിയ ഉദാഹരണങ്ങളാണ്. ശബരിമലയിലെ പാത്രങ്ങൾ കാണാനില്ല, നെയ് ബോട്ടിലുകൾ കാണാനില്ല, എന്തൊക്കെ. ഇത് നമ്മൾ പിടിച്ചത് ഏറ്റവും വലുതാണ്, സ്വർണ്ണമാണ്. അപ്പൊ ചെറുത് എന്തുമാത്രം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആയിരിക്കും, കൊള്ളയായിരിക്കും ശബരിമലയിൽ നടത്തിയിട്ടുണ്ടാവുക.